പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനികാക്രമണത്തിന് ഇന്ന് 1 വർഷം. 2025 മെയ് 7 മുതൽ 9 വരെയാണ് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര താവളങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറിയത്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിനുള്ള മറുപടിയാണ് ഇന്ത്യ നടത്തിയത്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകളിൽപ്പെട്ട 100-ൽ പരം ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം ഇല്ലാതാക്കിയത്. പാകിസ്ഥാന്റെ തിരിച്ചടിക്ക് മറുപടിയായി അവരുടെ വ്യോമതാവളങ്ങളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ത്യ തകർത്തു. സായുധ സേനകൾ തമ്മിലെ ഒത്തൊരുമയ്ക്കുള്ള ഏറ്റവും മികച്ച ഉദാഹരണമായി ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകുകയും പാകിസ്ഥാൻ സൈന്യത്തിന് അവരുടെ സ്ഥാനം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്ഥാനം എന്തായിരുന്നു? ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, കൃത്യതയുള്ള ഗ്ലൈഡ് ബോംബുകൾ എന്നിവയാൽ തകർന്നു വീണ അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം, കത്തിനശിച്ച എയർ ഫ്രെയിമുകൾ, മേൽക്കൂരകളിൽ വലിയ ദ്വാരങ്ങളുള്ള കോൺക്രീറ്റ് ഹാങ്ങറുകൾ, നൂതന വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയുടെ തകർന്ന ലോഹക്കഷ്ണങ്ങൾ.